ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജാമീസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോണറ്റാണ്. അപ്പോൾ ഈ ഡോണറ്റ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ്. അതായത് 250 ml ഒരു കപ്പ് മൈദ, അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്കിതിനായിട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മൾ പിന്നെ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ പകുതിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുട്ട നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു വാം മിൽക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ ചൂടുള്ള പാല് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിക്കരുത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടെ ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അപ്പോൾ കുഴയ്ക്കുന്ന ടൈമിൽ നമ്മുടെ മാവ് കയ്യിലൊട്ടി പിടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം ഒന്ന് മൈദ ഒന്ന് തൂകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ കുഴച്ച് വെച്ചിട്ടുള്ളത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു മാവാണിത്. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം ഈ മാവ് നമ്മളിതുപോലെ ജസ്റ്റ് ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവാണ്. ജസ്റ്റ് ഇത് ഒത്തിരി പ്രസ്സും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒന്നെടുക്കുക. പിന്നീട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മളിതൊരു ചപ്പാത്തി പരത്തുന്ന ഒരു പലകയൊന്ന് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ചപ്പാത്തി പരത്തുന്ന കോഴി വെച്ച് ജസ്റ്റ് ഒന്ന് പരത്താം. അപ്പോൾ ഒത്തിരി കട്ടി കുറയ്ക്കരുത്. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഇതുപോലെ ഡോണറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 അടപ്പ്, ഒരു വലിയ അടപ്പും ചെറിയ അടപ്പും എടുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 3 ഡോണറ്റ് വരെ കിട്ടും. അത് നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് മൈദ തൂകിയിട്ടതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒന്ന് വച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ഇട്ടിരിക്കുന്നത്, മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ മാവെല്ലാം ഒന്നും കൂടെ പരത്തുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്നത്ര ഡോണറ്റ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് 1/2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എടുക്കരുത്. ഏതെങ്കിലും ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കായിട്ട് വേണ്ടത് ഇതുപോലെ ചോക്ലേറ്റ് ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ നന്നായിട്ട് പൗഡർ ഷുഗർ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യാം.
അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത ഡോണറ്റ്സ് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ്സിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഡോണറ്റ് എടുക്കുക, ഇതുപോലെ ചോക്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റ് ആവാനായിട്ട് വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഇടണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രിങ്കിൾസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ അതല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സിക്സ് ആക്കായിട്ട് ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1 കപ്പ് മൈദയ്ക്ക് നമുക്കൊരു 9 ഡോണറ്റ്സ് വരെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട ഡോണറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ അകമൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ്സൊക്കെ മുകളിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡോണറ്റ്സിന് എപ്പോഴും ഓവർ മധുരം ഇല്ലാണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ആ ഒരളവിൽ തന്നെ പഞ്ചസാര ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.